ബൈനോക്കുലർ ടോക്സിൻ്റെ ഒരു കിടിലൻ റെസിപ്പി. ഇത് കണ്ടല്ലോ, എൻ്റെ എല്ല് കറി പാൽക്കപ്പ. ഇത് പാൽക്കപ്പയല്ല, വെറും കപ്പയാണ്. ഇതിലിപ്പോൾ പാൽക്കപ്പയാണ്. ഇതിനാണ് കിട്ടുന്ന എല്ലുകറിക്ക് പ്രത്യേക റെസിപ്പി ഉണ്ട്, ശ്രദ്ധിച്ച് കേട്ടോ. ഇതിനകത്ത് എല്ല് മിക്സഡ് അല്ല കേട്ടോ, അത് എടുക്കും കാണിച്ചു തരാം. എങ്ങനെ എല്ല് വാങ്ങിച്ചെന്ന് കാണിച്ചു തരാം കേട്ടോ. കണ്ടല്ലോ, എല്ലുകറി പാൽക്കപ്പ. അപ്പം ഓക്കെ, ബാ. എല്ലിട്ട് കേട്ടോ. ഇതിനകത്തൊരു കാര്യം കേട്ടോ, ശ്രദ്ധിച്ചോളാം. ഇതിനകത്ത് ഇതുണ്ട്, സൈഡെല്ലാം ഉണ്ട്, അതായത് വാരിയലിൻ്റെ ഫൈബറെല്ലാം ഉണ്ട്. ഡേ, ഇത് കഴുത്താണ്, പെടലി. ഇതുണ്ട്, എല്ലാ എല്ലും കൂടെ മിക്സ് ചെയ്താൽ ഇതുണ്ടല്ലോ, നല്ല ഇറച്ചിയും കൂടെ ചേർത്ത്. എല്ല് മാത്രമായിട്ട് വാങ്ങിയാൽ കൊള്ളത്തില്ല. ഇതുണ്ടല്ലോ, നല്ല കൊഴുപ്പ്, നല്ല വീളാൻ ചെയ്യും. ഇതിങ്ങനെ മുക്കി ഉണ്ടല്ലോ. ഇനി ഇതിനകത്ത് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ പോകാം. ഇതിന് ചേർത്തും ഇതിനകത്ത് ശക്കലം വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിക്കാൻ പോകാം. ശകലം വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. ടീസ്പൂണൊക്കെ നിങ്ങൾ കണക്ട് ചെയ്തിട്ടാണ് ഞാൻ കുപ്പിയിൽ ഒഴിക്കാൻ പോകുന്നത്. ഉപ്പ് ഇതൊരു 1.5 കിലോ ഉണ്ട്. 1.5 കിലോയ്ക്ക് ഒരു 1.5 ടീസ്പൂൺ ഉപ്പിട്ടു. ഇഞ്ചി ചെറുതായിട്ട് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, ഗരം മസാലയുണ്ട്, മുളക് പൊടിയുണ്ട്, മല്ലിപ്പൊടിയുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്. ഇത്ര സാധനം എല്ലാം ഒരു 2 ടീസ്പൂൺ വെച്ച് മതി കേട്ടോ. ഇനി നമ്മുടെ കറുവാപ്പട്ട, ഗ്രാമ്പു, ഏലക്ക എല്ലാ സാധനമുണ്ട്. ഇനി നമ്മളിതിനെ ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്യും കേട്ടോ. മസാലയ്ക്ക് മാത്രം ഒറ്റ കുറവും വരുത്തല് വേണ്ടല്ലോ. ഇങ്ങനെ ആണ്ടല്ല, നല്ല സെറ്റ് കളറിയിരിക്കും, അടിപൊളിയാണ്. ഓക്കെ, നമ്മൾ ഗ്യാസൊക്കെ കേട്ടോ. ഒരു 1, 2, 3, 4, ഒരു 5 വിസിലടിക്കണം. 5 വിസിൽ. എന്നിട്ട് വേണം ഒന്ന് തുറന്ന് നോക്കണം. ജസ്റ്റ് വന്നിട്ടെല്ലാം തോന്നുകയാണെങ്കിൽ 1 വിസിലടിക്കണം കേട്ടല്ലോ. ഈ വെന്ത് കഴിഞ്ഞാൽ കുറേ കലവരടി വേറെ ഉണ്ട്. ഓക്കെ, കപ്പ നമ്മൾ അടുപ്പേ കയറ്റാൻ പോവാം. നമ്മുടെ എല്ലുവിട്ടിരിപ്പുണ്ട്, കപ്പയും നമ്മൾ അടുപ്പേ കയറ്റാൻ പോകാം കേട്ടോ. കപ്പ പ്രത്യേകം വെച്ചോളാം. കപ്പയൊന്ന് തിളപ്പിച്ച് കൂട്ടണം, അല്ലെങ്കിൽ കപ്പയ്ക്ക് ചെറിയ മുക്കുണ്ടെങ്കിൽ നമ്മുടെ കപ്പയുടെ രുചി വ്യത്യാസം വരും. അത് പ്രത്യേകം വെച്ചോളാം കേട്ടോ. കപ്പ നമ്മൾ അടുപ്പേ കയറ്റാൻ പോകും. കപ്പയ്ക്ക് വെള്ളം വെക്കാൻ പോയിട്ടില്ല. കപ്പ കഴുകി റെഡിയായി കൊണ്ടുവച്ചിരിക്കണം. കപ്പ ഇടാൻ പോകും. പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കപ്പയ്ക്ക് തിളച്ച് കഴിയുമ്പോൾ കപ്പയുടെ വെള്ളം നോക്കണം. ചെറിയ മക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ കട്ട ഉണ്ടെങ്കിൽ കപ്പ ഒന്നുകൂടെ തിളപ്പിച്ച് വെക്കണം കേട്ടോ. ഇല്ലെങ്കിൽ പാൽക്കപ്പ മണിമാലവെള്ളത്തേക്ക് കിട്ടും. ഓക്കെ, അപ്പം റെഡി. ഇനി നമ്മുടെ എല്ലുകറിക്കുള്ള മസാല റെഡിയാക്കാൻ പോകും. എല്ലുകറിയുടെ മസാല റെഡിയാക്കാൻ പോകും കേട്ടോ. പെട്ടെന്ന് ഇവിടെ സവോള, ഇഞ്ചി, പച്ചമുളക്, ചെറിയ ഉള്ളി, മല്ലിയില, നമ്മൾ എല്ലിന് ആവശ്യം പോലെ ഇട്ടിട്ടുണ്ട്. മുളക് പൊടി എക്കിൽ നമ്മളൊരു ഭംഗിക്കത്, മുളക് പൊടി, ഇത്തിരി മല്ലിപ്പൊടി, ഉപ്പ്. ഇത് കപ്പയുടെ തേങ്ങാപ്പാൽ കേട്ടോ. നിങ്ങൾ മാറ്റി ഡൺ. കുരുമുളക് പൊടി, വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതായത് വേഗം വെച്ച് എല്ലിനകത്ത് നമ്മൾ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്കിത് വഴറാനുള്ള, ഇത് വഴഞ്ഞെടുക്കാനുള്ള സാധനം മാത്രം വെച്ചാൽ എല്ലിനകത്ത് നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചോളാം. എണ്ണ വിടാട്ടെ. കടുക് നന്നായിട്ട് പൊട്ടണം കേട്ടോ. നന്നായിട്ട് പൊട്ടിയില്ലെന്നുണ്ടെങ്കിൽ രുചി വരത്തില്ല. തൊട്ടടുത്ത് കരിയാപ്പന പൊട്ടം കൊണ്ടോ. കരിയാപ്പന കരിയാപ്പനയും കടുകും പൊട്ടി വരുന്നില്ലേ. ഇനി നമ്മൾ സവാള ചുമ്മാ ഇടില്ല കേട്ടോ. കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചേക്കുവാണ്. പ്രത്യേകം വെക്കണം. ചെറുതായിട്ടൊന്ന് കഴിഞ്ഞാൽ
ഒന്ന് വേറൊരു ചെടി പോയി ഇതാക്കിയിട്ടുണ്ട്. ഈ കുറച്ച് ഇടണം. ഇനി ഇതേ ഇഞ്ചി പച്ചമുളക്. ഇഞ്ചി തന്നെ നല്ല നീളത്തിലാണ് കേട്ടോ, നമ്മൾ കടിക്കുമ്പോൾ കിട്ടണം. ഓഹോ ഇത് കടിക്കുമ്പോൾ കിട്ടണം. കടി ഇത് പെട്ടെന്ന് വേണ്ടിയിട്ട് ഒരു ശർക്കര ഉപ്പ്, ഈ സവോളയ്ക്കുള്ള ഉപ്പ് ഇടാവുള്ളൂ, പ്രത്യേകം ശ്രദ്ധിക്കണം. ബാക്കി കറി ആയിക്കഴിഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കണം. ഉപ്പ് കൂടുതലും കുറച്ച് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ഇതിനകത്ത് ഒരു നുള്ളുപ്പ് ഇടുന്നുണ്ട് കേട്ടോ. ഇടുക്കി സ്പെഷ്യൽ ഉലുവയും ജീരകവും നമ്മൾ പൊട്ടിച്ചേർത്ത് കടക്കാപ്പിക്കകത്ത് കാപ്പിപ്പൊടിക്കകത്ത് ചേർത്തെടുത്ത് കഴിഞ്ഞാൽ കേട്ടോ. ഉലുവയും ജീരകവും ഇടുക്കിക്കാരുടെ സ്പെഷ്യൽ സാധനം. ഇതോ കൈ കൊള്ളരുത്, നമുക്ക് മോശം കേട്ടോ. ഒരു കടക്കാപ്പിയിൽ നിന്ന് കടക്കാപ്പി അടിച്ച് മാറ്റിയാൽ നന്നായിട്ട് വഴണ്ട് വരണം കേട്ടോ. വഴണ്ട് നല്ല ബ്രൗൺ കളറാണ്. ചുമ്മാ നല്ല ബ്രൗൺ കളറായിട്ട് വഴണ്ടിട്ട് പൊടി നമുക്ക് ചേർക്കാൻ പറ്റും. റെഡ് നമ്മുടെ സാധനങ്ങളൊക്കെ വേണ്ട. വാഴൻ്റെ നല്ലൊരു മഷി പോലെ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ മഷി പോലെ ആയിട്ടില്ല, ഇതേക്ക് നമ്മളിങ്ങനെ ബിൽറ്റ് കഴിഞ്ഞാൽ അരിഞ്ഞു പോകും. അതുകൊണ്ട് ഇനി തീ കുറച്ച് വെച്ചിട്ട് ഇതിൻ്റെ നടുക്ക് ഒരു ശക്തം കാര്യമാക്കിയിട്ട് അങ്ങോട്ട് കുറച്ച് പൊടി, ആവശ്യത്തിന് പൊടി കൊണ്ട് 8 ലിറ്റർ ഉണ്ട്, ശ്രദ്ധിച്ചോണം. ഈ വറക്കുന്നതിനൊക്കെ ടേസ്റ്റാണ്. എല്ലിനകത്ത് പൊടി തേച്ച് സെറ്റാക്കി കഴിഞ്ഞാൽ കുഴച്ച് സെറ്റായി. അതുകൊണ്ട് കുറച്ച് പൊടി നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ, കുറച്ച് ഇടുന്നുണ്ട്. ഇത് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല. ഇതാണല്ലോ, ഇതാണ് എൻ്റെ റെസിപ്പി. ഒരു ബിയർ ഗ്ലാസ് നിറച്ച് ബിയറിലാട്ടോ. ഇത് നമ്മൾ എല്ല് വേവിച്ച് അതിന് ജ്യൂസ് എടുക്കില്ല. ഈ ജ്യൂസിനകത്താണ് നമ്മൾ ഇനി അരപ്പ് വേവിക്കാൻ പോകണം. കണ്ടല്ലോ, ഇതാണല്ലോ ബാബാ. ഇതിനകത്ത് കുറച്ച് കഷ്ണങ്ങൾ നമ്മൾ പെറുക്കിയെടുക്കുന്നുണ്ട്. എന്നറിയോ, ഈ ഫൈബർ പോലത്തെ ഇലുണ്ട്, ഫൈബർ പോലത്തെ, അതും ഇതിൻ്റെ കൊഴുപ്പൂടെ ചേർത്ത് നമ്മൾ പെറുക്കിയെടുക്കുന്നുണ്ട്. എന്തിനാണെന്നറിയോ, ഇത് അരച്ച് ഇതിനകത്ത് ക്യാഷ്നട്ടും തേങ്ങാപ്പാലും കൂടെ ചേർത്ത് നമ്മളിതിനകത്ത് ചേർക്കും. അപ്പോൾ നമ്മുടെ ഗ്രേവി നല്ല സെറ്റാവും. ഇതിന് മൂക്കിനകത്ത് കിട്ടുമല്ലോ, ഉണ്ടോ? മണം വരണം. ഇതുണ്ടോ, നല്ല കൊഴുപ്പിൻ്റെ പീസ്. കൊഴുപ്പും ഫൈബറും പെടലിയുടെ ഉണ്ട്, പ്രത്യേകം ശ്രദ്ധിച്ചാണ് പെടലിയുടെ ഉണ്ട്. ഇത്രയും സാധനങ്ങൾ ചേർത്ത് നമ്മൾ അരയ്ക്കാനെടുക്കും കേട്ടോ. ഇത് നമ്മൾ അരച്ച് ഈ ഇതിൻ്റെ കൂടെ ചേർക്കും. അതായത് നമ്മുടെ കറിയുടെ കൂടെ കാണണം. റെഡി. മിക്സിയുടെ ജാറോടെ നമ്മൾ ഗ്രേവിയോടല്ല അരച്ച് നമ്മൾ സെറ്റാക്കി ഇതിനകത്ത് നമ്മൾ അരച്ച ഫൈബറിൻ്റെ എല്ല് ഈ ചേർക്കാനുള്ള ക്യാഷ്നട്ട് അരച്ചാണ്. ഇത് തൊല്ലി പോലും കളയട്ടോ. അത് കൈ നന്നായിട്ട് കഴിയതാട്ടോ, കൈ നന്നായിട്ട് കഴിയതാണ്. നമ്മൾ തേങ്ങാപ്പാൽ കഴിക്കുന്നുണ്ട്, തേങ്ങാപ്പാൽ ഇപ്പം എല്ലുകളുടെ ഗ്രേവി എല്ലാം കവാൻ ഒരു ഇനി തിളക്കരുത്. ഇനി തിളച്ച് കഴിഞ്ഞാൽ പോയി നമ്മൾ ചെറിയാവുള്ളൂ. ഇനി നമ്മളിതിനകത്ത് നമ്മുടെ എല്ല് ചേർക്കാൻ പോകണേ. ഇത് കണ്ടല്ലോ, എല്ലുകറിയുടെ ചുവപ്പെല്ലാം മാറി. ഇനി തിളക്കുകയും ചെയ്യരുത്. തീ കറക്റ്റ് കുറച്ച് വെച്ചിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിച്ചോണം, തിളക്കരുത്. തിളച്ച് കഴിഞ്ഞാൽ പിന്നെ കൊള്ളില്ല. റെഡ് റെഡി. വേവിച്ച് റെഡിയാക്കി വെച്ചത്. ആഹാ, ഒന്നും കളയ കേട്ടോ. ഒരു സാധനം വേസ്റ്റാക്കല്. എല്ലാ സാധനമില്ല. ഒരു കറുവാപ്പട്ടയുടെ കഷ്ണം ഈ പാത്രത്തിൽ മിച്ചം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം വരും. കണ്ടല്ലോ, എല്ലുകറി പാൽക്കപ്പയും. റെഡ് റെഡി. മല്ലിയില, അവസാനത്തെ ഇൻഗ്രീഡിയൻസ് മല്ലിയില ചേർത്ത് നമ്മുടെ എല്ലുകറിയുടെ പണി കഴിഞ്ഞ് കേട്ടോ.
ഇനി നമ്മുടെ സംഭവം സെറ്റായി ഇതാണല്ലോ. നല്ല കൊടുത്ത ഗ്രേവി എല്ലാ സംഘത്തായി നമ്മൾ വാങ്ങി വെക്കാം. നമ്മുടെ കപ്പ റെഡി ആയിട്ടോ. അതെ, ഒരു സംഭവം പറ്റി. ഇതിപ്പോൾ നേരെ പുറത്തോട്ടാട്ടോ. നമ്മുടെ കപ്പയൊക്കെ റെഡി ആയിട്ടുമ്പോൾ സമയം താമസിച്ചിരിക്കും, ഹീറ്റായിപ്പോയി. അതുകൊണ്ട് കിട്ടണമല്ലോ. ഇതുണ്ടല്ലോ കപ്പ റെഡിയായി. ഈ കപ്പ ചേർക്കാനുള്ള സാധനങ്ങൾ ഇതേ പാൽക്കപ്പ, ഈ തേങ്ങാപ്പാൽ, ചെറിയ തീയില വെച്ചേക്കണേ. വലിയ തീയിടൽ. കപ്പ പാൽ വെച്ച് കഴിഞ്ഞാൽ കപ്പ തിളച്ച് നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ പണി കിട്ടും. അതുകൊണ്ട് ചെറിയ രീതിയിലാണ് വെച്ചേക്കണേ. വളരെ ശ്രദ്ധിച്ചോണം. ചെറിയ ഇനി ഇതിനകത്ത് ഉണ്ടല്ലോ റെഡ് ടീ സാധനം. ഇത് കാഷ്നട്ട് അരച്ചത് കേട്ടോ. നട്ട്സ് അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ നല്ല കൊഴുക്കൊടും. പിന്നെ ടേസ്റ്റ് അറിയാലോ, അതും കിട്ടേ. അത് ഇനി ഇടയ്ക്കിടയ്ക്ക് കളക്കണം. ചെറിയ രീതിയിലാണ്, ശ്രദ്ധിച്ചോണം. കണ്ടല്ലോ ഇട്ടിക്കൽ. ഇത് നമ്മളെ പാത്രം പിടിച്ചത് ഇതുണ്ടല്ലോ. ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, നമ്മുടെ സ്വന്തം ഇടുകയിൽ കയ്യിട്ട് ഇടിച്ചു കഴിഞ്ഞാൽ പണി വാലുകളൊക്കെ കഴിയും. അത് നമ്മളിവിടെ വെച്ചു. ശരി, ഇതേ ഇടിച്ച് ചേർത്ത സാധനം കേട്ടോ. തുള്ളി പോലും കളയിൽ എല്ലാ വാരി എടുക്കണം. വാരി എടുത്ത് ഇനി നമ്മൾ 2 മിനിറ്റ് അടച്ചു വെച്ച് വയ്ക്കും കേട്ടോ. അയ്യോ, നമ്മൾ അടപ്പെന്തി അടപ്പെടുക്കടേ. അവള് പാൽക്കപ്പയ്ക്കകത്ത് കടുക് പൊട്ടിക്കാൻ പോകട്ടോ. വീളിച്ചെണ്ണ കുറച്ച് മതി. നമ്മൾ ആവശ്യത്തിന് ആരൊക്കെ ചേർത്ത് നല്ല സെറ്റാക്കിയിട്ട് കുറച്ച് മതി. സ്വന്തം കടുക്, സ്വന്തം കടുക് എന്നല്ലേ കടുകട. പത്തളമുളക്, അതിൻ്റെ കൂടെ കരിയാപ്പില ഇട്ട്. അരി വേണം, അങ്ങനെ ഇട്ട. റെഡി സെറ്റായി. ഇനി കരിയല് ശ്രദ്ധിച്ചോണം. തീ കുറച്ച് വെച്ചേക്കുക. ഇത് നമ്മളെ നേരത്തെ മാറ്റാൻ പോകണം. മാറ്റിയിട്ട് നമ്മുടെ കപ്പ പാത്രം കയറ്റി വെക്കുക. നമുക്കേ വെട്ടം പോയിട്ട് നമ്മുടെ ഒരുപാട് സ്ഥലം കുറഞ്ഞു പോയി. അവിടെ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഇത് നമ്മുടെ കപ്പ പാത്രം കയറ്റി വെച്ച് ഇനി കടുക് പൊട്ടിച്ചത് ഇതാണ്ടല്ലോ. കടുക് പൊട്ടിച്ച സാധനം ചേർക്കാൻ പോട്ടോ. ആഹാ, ഒന്നും കളയരുത്. എല്ലാ സാധനം തുള്ളി പോലും കളയട്ടോ. ഭക്ഷണം ഒരു കാര്യം, ഒരു തുള്ളി പോലും വേസ്റ്റ് കളയരുത്. കടുക് പൊടിച്ച് നമ്മൾ ചേർത്ത് കേട്ടോ. ഇനി നമ്മുടെ പാൽക്കപ്പ ഇളക്കി നമ്മൾ സെറ്റാക്കാൻ പോകാം. നമ്മൾ വെന്ത് പാല് ചേർത്ത് ഒക്കെ സെറ്റ് ചെയ്തു. നമ്മൾ തീ ഓഫ് ചെയ്യാൻ പോകണം. നമ്മുടെ തീ ഓഫ് ചെയ്തു. ഇനി നമ്മുടെ എല്ലുകറി കണ്ടല്ലോ. വെട്ടക്കുറവായതുകൊണ്ട് ഇങ്ങനെ വെച്ച് കാണിക്കുന്നു. ശ്രദ്ധിച്ചോണം. നമ്മുടെ എല്ലുകറി പാൽക്കപ്പ. ഇനി നമ്മളൊരു പ്ലേറ്റിനകത്ത് സെർവ് ചെയ്യും കേട്ടോ. റെഡി. പ്ലേറ്റ് എടുക്കും. പാൽക്കപ്പ വെട്ടത്തിന്റെ അഭാവം കൊണ്ട് ഒന്ന് സഹായിച്ചു പിടിച്ചു. വെട്ടത്തിന്റെ അഭാവം കൊണ്ട് നമ്മുടെ എല്ലുകറി നമ്മളുണ്ടാക്കിയ പാൽക്കപ്പയും നമ്മുടെ എല്ലുകറി കണ്ടല്ലോ. ഇത് കഴിച്ചു നോക്കിയിട്ട് ഇതിൻ്റെ ടേസ്റ്റും പറയണം. ഞാൻ എന്താ കഴിക്കാനും പോവാണ്. എല്ലും കപ്പയും ചേർത്ത് കേട്ടല്ലോ. കേട്ടല്ലോ, മോനെ കഴിച്ചു നോക്കിയിട്ട് പറഞ്ഞാൽ അടിപൊളി സാധനം. കഴിച്ചു നോക്കൂ. അപ്പം അടുത്ത റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. ബൈനോക്കുലർ ടോക്സ്.